ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തെ നെടുമങ്ങാട് മണ്ഡലത്തിലേക്കാണ്. സ്ഥാനാർത്ഥി ചിത്രം നോക്കാം. GR അനിൽ നിലവിലെ ഭക്ഷ്യമന്ത്രിയാണ്. രണ്ടാമൂഴം സിറ്റിംഗ് MLA. മീനാങ്കൽ കുമാർ UDF സ്ഥാനാർത്ഥി. നേരത്തെ CPM-ന്റെ നേതാവായിരുന്നു മീനാങ്കൽ കുമാർ. ഇപ്പോൾ ഇക്കുറി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. NDAക്ക് വേണ്ടി യുവരാജ് ഗോകുൽ യുവ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. CPI കോട്ട എന്ന പേരുണ്ടെങ്കിലും തരംഗമുണ്ടായാൽ UDF-നും സാധ്യതയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നെടുമങ്ങാട്. 2011 പാലോട് രവിയിലൂടെ മണ്ഡലത്തിൽ വിജയിച്ചതാണ് സമീപകാലത്തെ കോൺഗ്രസ് നേട്ടം. എന്നാൽ 2016 C ദിവാകരനിലൂടെ മണ്ഡലം പിടിച്ചെടുത്ത CPI 2022 GR അനിലിനെ നിർത്തിയപ്പോൾ 23,000 വോട്ടിന് മുകളിലായിരുന്നു ഭൂരിപക്ഷം. കഴിഞ്ഞ മന്ത്രിസഭാംഗം കൂടിയായ GR-ലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് LDF കണക്ക് കൂട്ടുമ്പോഴും പഴയ CPI നേതാവായ മീനാങ്കൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് അനുകൂല ഘടകമാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ നെടുമങ്ങാട് എന്ത് സംഭവിച്ചു എന്ന ചിത്രത്തിലേക്കാണ് നമ്മൾ, അതിന്റെ ചാർട്ടിലേക്കാണ് വരുന്നത്. നോക്കൂ, 2011 ഇതിനു മുമ്പ് UDF ഭരണത്തിൽ വന്ന 2011 നെടുമങ്ങാട് UDF-നൊപ്പം നിന്ന ചരിത്രമാണുള്ളത്. 5030 വോട്ടിനാണ് പാലോട് രവി അവിടെ ജയിച്ചു കയറിയത്. പക്ഷേ 2016 C ദിവാകരനിലൂടെ മണ്ഡലം LDF തിരിച്ചുപിടിക്കുന്നു, CPI തിരിച്ചുപിടിക്കുന്നു. 3621 വോട്ട് മാത്രമാണെന്ന് കേരളത്തിലാകെ ഇടത് തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പോലും 3621 വോട്ടിന്റെ ലീഡ് മാത്രമാണ് അവിടെ C ദിവാകരനുള്ളത്. 2021 എത്തുമ്പോൾ പക്ഷേ GR അനിൽ ഭൂരിപക്ഷം 23,309 ഉയർത്തുന്നുണ്ട്. ആ തരത്തിൽ വലിയ ചാഞ്ചാട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഇക്കുറി എന്ത് സംഭവിക്കും എന്ന ചിത്രത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. സഫ്വാൻ BP വിശദാംശങ്ങളുമായി ചേരുന്നു. സഫ്വാൻ, ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം ഇടതിനൊപ്പം നിന്ന ഒരു മണ്ഡലം കൂടിയാണ് നെടുമങ്ങാട്. പക്ഷേ പാലോട് രവി മൊത്തം 3 തവണ അവിടെ UDF-ന് വേണ്ടി ആ സീറ്റ് തിരിച്ചുപിടിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 2 കുറി എടുക്കുകയാണെങ്കിൽ തകർക്കാൻ പറ്റാത്ത കോട്ടയായി നിലനിൽക്കുന്നു എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. കോൺഗ്രസ് UDF-ന് അനുകൂലമായ ഒരു കാറ്റ് വീശുന്ന ഘട്ടത്തിൽ അതിനൊപ്പം നിൽക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ 3 മുന്നണികളും ഈ അവസാന നിമിഷങ്ങളിൽ എന്തെല്ലാം പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത്? സഫ്വാൻ, സൈഫ് സൂചിപ്പിച്ച പോലെ ഈ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPIക്ക് വലിയ വേരോട്ടമുള്ള മണ്ഡലമാണ് നെടുമങ്ങാട്. അതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ നേതാക്കൾ, മന്ത്രിയായിരുന്ന C ദിവാകരൻ, നിലവിലെ മന്ത്രിയായിരുന്ന GR അനിൽ തുടങ്ങിയ ആളുകളെ നിർത്തുന്ന, അവർക്ക് ഇത്തരം പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ നെടുമങ്ങാട് എന്ന് പറയുന്നത്. എന്നാൽ നെടുമങ്ങാട് അത്ര സേഫ് അല്ല CPIയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്. UDF അനുകൂലമായ തരംഗം ഉണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ UDF-ന് ഒരു അട്ടിമറി വിജയം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UDF-ന്റെ ഈ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പാലോട് രവി തന്നെയാണ്. ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. 1991 വിജയിച്ചിരുന്നു. അവസാനമായി 2011 5000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലോട് രവി നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷേ ഇങ്ങനെ അട്ടിമറി വിജയം നൽകുമ്പോഴും ഒരു തവണ മാത്രമാണ് UDF-ന് ഇവിടുത്തെ വോട്ടർമാർ അവസരം നൽകിയത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ 2011 ഈ പാലോട് രവിക്ക് UDF-ന് വോട്ടർമാർ അവസരം നൽകി. 2016 വെറും 3000 മുകളിൽ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം C ദിവാകരനിലൂടെ CPI തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഈ മണ്ഡലത്തിന്റെ ചിത്രം തന്നെ ആകെ മാറി. ഈ ഇടതുപക്ഷ കോട്ട എന്ന ഒരു വിശേഷണത്തിലേക്ക് ഈ മണ്ഡലത്തെ എത്തിക്കുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് GR അനിൽ ഈ മണ്ഡലത്തെ എത്തിച്ചത്. 23,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് GR അനിൽ ഈ മണ്ഡലം നിലനിർത്തിയത് എന്നാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. GR-നെ തന്നെയാണ്, നിലവിലെ മന്ത്രിയായ GR അനിലിനെ തന്നെയാണ് CPI LDF സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. GR-മായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വേളകളിലൊക്കെ സംസാരിക്കുമ്പോൾ GR മുന്നോട്ട് വെക്കുന്ന ഒരു ആത്മവിശ്വാസം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം നെടുമങ്ങാട് നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ LDF മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് UDF-ന്റെ, കോൺഗ്രസിന്റെ പ്രതീക്ഷ കഴിഞ്ഞ പഴയ CPI നേതാവായ, സംസ്ഥാന നേതാവായിരുന്ന ഒരാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ
പാർട്ടി വോട്ടുകളിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ മീനാങ്കലിന് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു തരംഗമുണ്ടായ ഒരു സാഹചര്യം സംസ്ഥാനത്തോ ജില്ലയിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ നെടുമങ്ങാടും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഏതായാലും UDF ക്യാമ്പിനുണ്ട്. ആ അർത്ഥത്തിൽ തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജ് കൂടി നമുക്ക് പരിശോധിച്ചാൽ 78% മുകളിലാണ്. അതായത് സംസ്ഥാന ശരാശരിക്കൊപ്പമാണ് ഇവിടുത്തെ പോളിംഗ് ശതമാനം. SIR-ൽ 10,000-ഓളം വോട്ടുകൾ കുറഞ്ഞത് ആരെ ബാധിക്കുമെന്നുള്ളൊരു ചർച്ചകൾ കൂടി വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ BJPക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയ ഒരു സാധ്യതയുണ്ട്. ആ അർത്ഥത്തിൽ എങ്ങോട്ടേക്കും മാറാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അതിൽ നിലവിലെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ LDFന് ഇടതുപക്ഷത്തിന് ഒരു സുരക്ഷിതമായ നില ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നും പറയാം. സൈഫുദ്ദീൻ. യെസ്, നെടുമങ്ങാട് മാറുമോ മറിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. GR അനിലിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അവിടെ LDF വെച്ചു പുലർത്തുമ്പോൾ പഴയ CPI നേതാവ് മീനാങ്കൽ കുമാറിലൂടെ മണ്ഡലത്തിൽ വലിയ അട്ടിമറി സാധ്യമാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF. അതാണ് നെടുമങ്ങാടിന്റെ ചിത്രം.